ഈ കാസർഗോഡ് പോലുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടില്ല. 40 കഴിഞ്ഞ കാസർഗോഡ് ജില്ലയുടെ പേരുദോഷം തീരാൻ പോകുന്നു. ജനകീയ ആവശ്യങ്ങൾക്ക് നേരെ വികസനത്തിന്റെ വാതിൽ തുറക്കുന്നത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ആണ്. അതിനുള്ള പ്രാരംഭം കുറിച്ചിട്ടു. ഇന്നലെ സിറ്റി ടവറിൽ നടന്ന മാധ്യമങ്ങളുമായുള്ള സംവാദത്തോടെയാണ് തുടക്കം കുറിച്ചത്. ഈ ജില്ലയുടെ കാര്യങ്ങൾ നന്നായി അറിയാവുന്നവർ കൂടുതലുള്ള ഒരു ട്രസ്റ്റബാണ് കാസർഗോഡിൻ്റെത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉദ്യോഗസ്ഥന്മാരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചെടുക്കും. നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകൾക്ക് അതില്ല എന്നാണ് പറയാൻ പറ്റും. കാരണം നമുക്ക് മാംഗ്ലൂർ പോർട്ട് അടുത്താണ്, കണ്ണൂർ എയർപോർട്ട് അടുത്താണ്, മാംഗ്ലൂർ എയർപോർട്ട് അടുത്താണ്. വളരെ നല്ല രീതിയിൽ ഒരു ഹൈവേ നമുക്ക് പറഞ്ഞുണ്ട്. ഇതിൽ കുറച്ച് വർക്കുകൾ പെൻഡിങ് കൊണ്ട്, വർക്കുകൾ നടക്കണം, അത് നടക്കും. പക്ഷെ ഹൈവേ പറഞ്ഞുണ്ട്. ഹൈവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ ഒരുപാട് ലാൻഡ് അവൈലബിലിറ്റി വേറെ ഏത് ജില്ലയിലും ഇല്ലാതെ രീതി നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി, ഗവൺമെന്റ് ലാൻഡ് ആയാലും പ്രൈവറ്റ് ലാൻഡ് ആയാലും ലാൻഡ് അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ്. പത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ചു കഴിഞ്ഞു. ഞാൻ ഓണം വെക്കേഷൻ കാസർഗോഡ് വരട്ടെ, എന്ത് കാണാനുണ്ട്? തീർച്ചയായിട്ടും ബേക്കൽ കോട്ടയുണ്ട്. ആദ്യത്തെ പ്രിഫറൻസ് അതാണ്. ബേക്കൽ കോട്ട അറിയാം, കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ അനന്തപുരം വരാം, അത് കഴിഞ്ഞ് റാണിപുരം വരാം. സ്വയം പ്രയത്നത്തിലൂടെയാണ് കാസർഗോഡ് ഒരുപാട് പ്രതിഭകൾ വിവിധ സ്പോർട്സ് വിങ്ങിലൂടെ രാജ്യാന്തര തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്കൊന്നും സർക്കാർ ഏജൻസികളുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ പലരും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സത്യമാണ്. എങ്കിലും ഒരുപാട് നമ്മളെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഒരുപാട് വിങ്ങുണ്ട്. ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ സ്റ്റേ ചെയ്യുന്നയാളെയാണ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ബേക്കലിൽ വരുന്നത് പള്ളിക്കര, അജാനൂര്, അതുപോലെ പുല്ലൂർ പെരിയ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളാണ്. അവർ ടൂറിസ്റ്റുകളല്ല. കോവളത്തെ ടൂറിസ്റ്റുകളെയും ഇവിടെയും താരംചാൽ ഒരു 2% പേര് മാത്രമേ ഉണ്ടാവൂ ബേക്കലിൽ വരുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാലങ്ങളിൽ ആ ചെളിവെള്ളം വീഴുന്നത് യാത്രക്കാരുടെ ദേഹത്താണ്. അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഓവുചാലുകളുള്ള പൈപ്പുകളുള്ള, പിന്നെ ബസ് വേകളില്ല, ഓട്ടോറിക്ഷ പാർക്കിംഗ് ഇല്ല. നമുക്ക് ഈ ജനുവരി 26 ഈ പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ കാസർഗോഡിനെ അതായത് കേരളത്തിലെ 2ാമത്തെ ക്ലീൻ സിറ്റി ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും നടക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ പല സ്ഥലത്ത് സഞ്ചരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാലിന്യം ഇങ്ങനെ നമ്മൾ ആളുകൾ കൊണ്ടിടുന്ന ഒക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് വളരെ പരസ്യമായിട്ട് ഒരു നഗരത്തിൽ തന്നെ ഇങ്ങനെ കുന്നുപോലെ കിടക്കുന്നൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനൊരു കൃത്യമായിട്ടൊരു മാനദണ്ഡം ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാണ്, ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോഴും ഒരു മീറ്റർ സംവിധാനം ഇല്ല. അവർ തോന്നിയ പോലെയാണ്. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. കാസർഗോഡ് ഈ പുതിയ സ്റ്റാൻഡിൽ നിന്ന് അവിടെ എത്തുമ്പോൾ 70 രൂപയാണ് അവർ വാങ്ങുന്നത്. അവരെ പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും നമ്മൾ കാസർഗോഡ് ഒരു മാംഗ്ലൂരിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി മാത്രമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്സ് ആ രീതിയിൽ വേണ്ടതുപോലെ വരാത്തത്. നമ്മുടെ കാസർഗോഡ് മംഗലാപുരത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംവിധാനം കാസർഗോഡിന് ഒരു ഫ്രീഡം തന്നെ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള പദ്ധതികളും സംവിധാനങ്ങളും. കാസർഗോട്ടെ ഈ തട്ടുകട ഹൈജീനിക്കായ ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ച് ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷേ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ കാസർഗോഡ് ടൗണിൽ നിന്ന് കുറച്ചൊക്കെ രാത്രി ലൈഫ് മിക്കവാറും ആ ഭാഗത്തിൽ തന്നെ പോകും. നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് നിങ്ങളുടെ വൈബ് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആസ്പിറേഷൻസ്, നിങ്ങൾ കാസർഗോഡ് എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, ഒരു ആസ്പിറേഷൻസ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ജില്ലാ കളക്ടർ നേതൃത്വം നൽകുന്ന നമ്മുടെ കാസർഗോഡ് മുഖാമുഖം പരിപാടിയുടെ അടുത്ത ഉന്നം ഓഫീസേഴ്സ് മീറ്റ് ആണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജില്ലാ ഇൻഫർമേഷനും ചേർന്നായിരുന്നു മാധ്യമ സംവാദം സംഘടിപ്പിച്ചത്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിനായി പരിഗണിക്കും. സർക്കാർ സ്വകാര്യ ഭൂമി
വിനിയോഗത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ നടക്കുന്ന ജനകീയ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തെ സുൽത്താൻ ബത്തേരി മോഡലിൽ ശുചിത്വ നഗരമാക്കിയെടുക്കും. നേരത്തെ ഉറങ്ങുന്ന കാസർഗോഡ് നഗരത്തിന് നൈറ്റ് ലൈഫ് പദ്ധതി കൊണ്ടുവരും. സന്ധ്യ മയങ്ങുമ്പോൾ കടകൾ അടക്കുന്നതും ബസ് സർവീസ് ഇല്ലാതാകുന്നതുമായ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് മാറ്റിയെടുക്കും. കുട്ടികളുമായി വൈകിട്ട് ഉല്ലസിക്കാൻ പാർക്ക് വരും. കസബ ബീച്ച് ഉപയോഗപ്രദമാക്കും. ഫുഡ് ഹബ് സ്ഥാപിക്കും. തെരുവ് ഭക്ഷണശാലകൾ, ഓപ്പൺ ഡൈനിങ്, ഓപ്പൺ തിയേറ്റർ, ടോയ്ലറ്റ് സംവിധാനം, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ ഒരുക്കും. കണ്ണൂരിൽ യാത്ര അവസാനിക്കുന്ന ദീർഘദൂര ട്രെയിനുകൾ മംഗലാപുരം വരെ സർവീസ് നടത്താൻ ആവശ്യമായതൊക്കെ ചെയ്യും. മികച്ച ചികിത്സാ സൗകര്യങ്ങളും ഉപരി പഠന കേന്ദ്രങ്ങളും കാസർഗോഡ് വരും. ഇതൊക്കെയാണ് വികസന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരെയും ഇപ്പൊ ഞാൻ ഇന്ന് വിളിച്ച ഒരു മീറ്റിംഗിൽ നിങ്ങൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനിയും ഒരുപാട് എൻഗേജ്മെന്റ്സ് ഒരുപാട് ആൾക്കാരോട് നമ്മൾ എൻഗേജ് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ഉണ്ടാവുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, പ്രസ് ക്ലബ് സെക്രട്ടറി കെ വി പത്മേഷ്, വൈസ് പ്രസിഡന്റ് നഹാസ് പി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവുമാണ് കലക്ടർക്ക് ലഭിച്ചത്. ദിസ് ന്യൂസ് ബൈ ജയനാഥം ഡെസ്ക്.